വില്ലിൽ നിന്ന് തൊടുത്ത അമ്പും നാവിൽ നിന്ന് തൊടുത്ത വാക്കും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒന്ന് ശരീരത്തെ മുറിപ്പെടുത്തും, മറ്റൊന്ന് മനസ്സിനെയും മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെയും മുറിപ്പെടുത്തും. സർ, ബഹുമാനപ്പെട്ട മന്ത്രി സി എം എം മണിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെമ്പിളൈ ഒരുമ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ നടത്തുന്ന സമരം 4 ദിവസം പിന്നിടുകയാണ്. അവർ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 2ാമത്തെ ദിവസമാണ്. സാർ, ആ സമരം പൊളിക്കാനും തകർക്കാനും അവരുടെ സമരപ്പന്തൽ പൊളിക്കാനും സമ്മർദ്ദം ചെലുത്തിയും ഭീഷണിപ്പെടുത്തിയും അവരെ സമരത്തിൽ നിന്ന് പിന്മാറ്റാനും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പോലീസും CPM പ്രവർത്തകരും നടത്തുന്ന ശ്രമം സാർ സമരങ്ങളുടെ നാടായ ഈ കേരളത്തിൽ ദൗർഭാഗ്യകരമാണ്. സാർ, ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു 4 സ്ത്രീകൾ മാത്രമാണ് അവിടെ സമരം നടത്തുന്നത് എന്ന്. സാർ, 4 സ്ത്രീകൾ മാത്രം നടത്തുന്ന ഈ സമരത്തെ ഈ സർക്കാർ എന്തിനാണ് സാർ ഭയപ്പെടുന്നത്? എന്തിനാണ് സാർ 4 സ്ത്രീകളുടെ മുന്നിൽ ഈ സർക്കാർ മുട്ടുവരയ്ക്കുന്നത്? സാർ, ആ 4 സ്ത്രീകൾക്കെതിരായി ഈ 4 ദിവസം കൊണ്ട് എത്ര കേസുകളാണ് ഈ സർക്കാരും പോലീസും എടുത്തുകൂട്ടിയത് എന്നല്ല സാർ മുഖ്യമന്ത്രി സാർ ഇവിടെ പറഞ്ഞത്? സാർ, വാക്കുകളിലെയും പ്രവൃത്തിയിലെയും സ്ത്രീ വിരുദ്ധതയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സ്വന്തം മകൻ മരിച്ച ദാരുണമായ ഒരു ദുഃഖവുമായി തിരുവനന്തപുരത്ത് വന്ന മഹിജ എന്ന ഒരു അമ്മയെ DGPയുടെ ഓഫീസിന് മുന്നിൽ റോഡിലിട്ട് വലിച്ചഴിച്ചതും സാർ അതിൽ പങ്കെടുത്ത ഒരു പൊതുപ്രവർത്തകയെ സാർ നിസാരമായ കാരണം പറഞ്ഞ് ജയിലിലടച്ചതും സാർ അവരെ അപമാനിച്ചുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ സംസാരിച്ചപ്പോഴും ഉയർന്ന സ്ത്രീ വിരുദ്ധത സാർ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. സാർ, ഇവിടെ സാർ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ IASകാരെ നിയമിക്കുന്നത് ആരാണ്? കളക്ടർമാരെ നിയമിക്കുന്നത് ക്യാബിനറ്റാണ്, മുഖ്യമന്ത്രി ഒപ്പിടണം. സബ് കളക്ടറെ നിയമിക്കാൻ റവന്യൂ മന്ത്രി കൊടുക്കുന്ന ഫയലിൽ അവസാനം ഒപ്പുവെക്കുന്നത് മുഖ്യമന്ത്രിയാണ്. സാർ, അന്ന് ഒപ്പുവെച്ച് നിയമിച്ച ആ ഇടുക്കിയിലെ സബ് കളക്ടറെ ചെറ്റ എന്ന് വിളിച്ചല്ലേ അങ്ങയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആക്ഷേപിച്ചത്? എന്ത് മന്ത്രിസഭയാണ് സാർ ഇത്? സാർ, ഇവിടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയും സാർ എന്നും. സാർ, 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് പാപ്പാത്തിച്ചോലയിലെ കുരിശടക്കമുള്ള കയ്യേറ്റം ഒഴിപ്പിച്ചത് ഈ ഇരിക്കുന്ന റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലേ? റവന്യൂ മന്ത്രി അത് നിഷേധിക്കുമോ? സാർ, അവിടെ കുരിശ് നീക്കം ചെയ്തതും 144 പ്രഖ്യാപിച്ചതും 100 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി റവന്യൂ സംഘം പോയതും സർക്കാർ അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞു. സാർ, ഈ റവന്യൂ മന്ത്രി സർക്കാരിനകത്താണോ സർക്കാരിന് പുറത്താണോ? ഈ റവന്യൂ മന്ത്രി സർക്കാരിന്റെ ഭാഗമാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. സാർ, സാർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ റവന്യൂ മന്ത്രി പറഞ്ഞയച്ച സബ് കളക്ടറെ നിങ്ങളുടെ മറ്റൊരു മന്ത്രി കോണ്ടരെന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. നിങ്ങളുടെ മന്ത്രിമാർ പറഞ്ഞാൽ ഇനി കേരളത്തിലെ ഏത് ഉദ്യോഗസ്ഥന്മാരാണ് സാർ കേൾക്കാൻ പോകുന്നത്? സാർ, ടോം സക്കറിയ എന്നയാൾ കയ്യേറ്റക്കാരനാണെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. സാർ, ടോം സക്കറിയ പുണ്യവാളനാണ് എന്ന് മന്ത്രി MM മണി പറയുന്നു. സാർ, കയ്യേറ്റക്കാരനെ പുണ്യവാളനായി വാഴ്ത്തുന്ന ആ മന്ത്രി മണിയോട് ചോദിച്ചിട്ട് വേണം ഇനി ഇടുക്കി ജില്ലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുന്നു. സാർ, ഇതിലും വലിയ കയ്യേറ്റം ഒഴിപ്പിക്കൽ തമാശ കേരളത്തിൽ എപ്പോഴെങ്കിലും സാർ നടന്നിട്ടുണ്ടോ? സാർ, മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഒരു വശത്തും മറുവശത്ത് റവന്യൂ മന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന വാക്പോര് സാർ ഈ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. മന്ത്രിമാർ പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു, ആക്ഷേപിച്ച് സംസാരിക്കുന്നു. 2 ചേരികളായി നേതാക്കന്മാർ മന്ത്രിമാരുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു. സാർ, മന്ത്രി മണിയുടെ സ്ത്രീ വിരുദ്ധ പരാമർശത്തെ മന്ത്രിമാരായ AK ബാലനും ശൈലജ ടീച്ചറും മേഴ്സിക്കുട്ടി അമ്മയും തള്ളി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. സാർ, എന്തൊരു ഏകാഭിപ്രായമുള്ള മന്ത്രിസഭയാണ് സാർ. സാർ, വിശദീകരണ കുറിപ്പ് വായിക്കും സാർ. ഇവിടെ മുഖ്യമന്ത്രി സാർ, ഇവിടെ പാർലമെന്ററി ഡെമോക്രസിയുടെയും ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റിന്റെയും അവസാന വാക്കായ സർ ഐവർ ജെന്നിങ്സ് തന്റെ ആധികാരികമായ ഗ്രന്ഥത്തിൽ ക്യാബിനറ്റ് ഗവൺമെന്റ് എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് പാർലമെന്ററി റെസ്പോൺസിബിലിറ്റി എസ്റ്റാബ്ലിഷ്ഡ്. A minister
who is not prepared to defend a government decision must therefore resign. ഒരു ഗവൺമെന്റിന്റെ തീരുമാനത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ തീരുമാനത്തെ തുടർന്ന് റവന്യൂ മന്ത്രി കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നടപടിയെ ന്യായീകരിക്കേണ്ട മറ്റൊരു മന്ത്രി ആ നടപടിയെ തള്ളിപ്പറയുന്നു, ആ ഉദ്യോഗസ്ഥന്മാരെ അധിക്ഷേപിക്കുന്നു. സർ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പരാധീനതകളുടെ സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. റാങ്ക് വാങ്ങി അഖിലേന്ത്യാ സർവീസ് പരീക്ഷയിൽ 2ാം റാങ്ക് നേടി ഈ നാടിന്റെ അഭിമാനമായി വന്ന ഒരു ചെറുപ്പക്കാരൻ IAS ഓഫീസറെ അങ്ങയുടെ മന്ത്രിസഭയിലെ മന്ത്രി ഊഴംപാറയിൽ അയക്കണമെന്ന് സർ പ്രചരിക്കുന്നു. സർ, മുഖ്യമന്ത്രി വന്നാൽ മഹിജ വാതിലടയ്ക്കും. വനിതാ പ്രിൻസിപ്പലിന് വാതിലടച്ചും മറ്റേ പണി. പെമ്പിളെ ഒലിമയ്ക്കും മാധ്യമ പ്രവർത്തകർക്കും കാട്ടിൽ മറ്റേ പണി. സാർ, കോന്തനും ചെറ്റയും ചെരക്കലും വാതിലടപ്പും മറ്റേ പണിയും. ഇതാണ് സാർ ഗ്രാമ്യ ഭാഷ. സാർ, ഇടുക്കിയിലെ ജനങ്ങൾ അപമാനിക്കരുത്. സാർ, ഇടുക്കിയിലെ MLA-മാർ ബിജി മോളും റോഷി അഗസ്റ്റും ഇവിടെ ഇരിക്കുന്നു. സാർ, അവരെല്ലാം സംസാരിക്കുന്നത്, അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങൾ സംസാരിക്കുന്നത് ഈ വൃത്തികെട്ട ഭാഷയിലാണ്. സാർ, ഒരു മന്ത്രിക്ക് എന്തുവാകുമോ? സാർ, ഇടുക്കിയിലെ ജനങ്ങളോടാണ് ഈ വെല്ലുവിളി. സാർ, ഇത് അഹങ്കാരത്തിന്റെ ഭാഷയാണ്, ഗ്രാമ്യ ഭാഷയല്ല. സാർ, 1 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളുടെയും മാനം പിച്ചിച്ചീന്തപ്പെടുന്ന ഈ നാട്ടിൽ, അരക്ഷിതത്വം കൊണ്ട് സ്ത്രീകൾ വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ നാട്ടിൽ, ചീഫ് സെക്രട്ടറി വനിതയായ ഈ നാട്ടിൽ, സാർ, കൊടുംചൂടിൽ തിളയ്ക്കുന്ന ടാറിൽ റോഡ് പണിയെടുക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുള്ള ഈ നാട്ടിൽ, സാർ, മൂന്നാറിലെ കൊടും തണുപ്പിൽ കുതിരലായത്തിന് സമാനമായ വീട്ടിൽ ഒരു കമ്പിളി പുതപ്പ് പോലും ഇല്ലാതെ തണുത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന തോട്ടം തൊഴിലാളികളുള്ള ഈ നാട്ടിൽ, അമ്മമാർ റോഡിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. സാർ, അങ്ങുത്തരം പറയണം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഈ നാട്ടിൽ കഴിയില്ലേ? സാർ, സ്റ്റേറ്റുകാരും ബംഗാളും പോലീസും പത്രാസുമുള്ള ഒരു മന്ത്രി സ്ത്രീകളുടെ മാനത്തിൽ വില പറഞ്ഞാൽ നാട്ടുകാർ അവരെന്തെല്ലാം പറയും? സാർ, പെമ്പിളെ ഒരുമൈ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾക്ക് വഴി നടക്കാൻ സാമൂഹ്യ വിരുദ്ധന്മാർ അവരെ സമ്മതിക്കുമോ? സാർ, അവർ വഴിയിലെ അരികിലൂടെ പോകുമ്പോൾ അവരെ പരിഹസിക്കില്ല. സാർ, മൂന്നാറിലേക്ക് പൂച്ചയെ അയച്ച മുൻ മുഖ്യമന്ത്രി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ആ പൂച്ച ചെയ്ത കാര്യം വേറൊരു മന്ത്രി സാർ പറഞ്ഞു. സാർ, പെമ്പിളെ ഒരുമൈ സമരത്തിൽ അച്യുതാനന്ദനിരിക്കുന്ന പടവർ സാർ, ഇത് അവരുടെ ഇടയിൽ പോയി ആ സ്ത്രീകളെയാണ് ഈ മന്ത്രി സാർ അപമാനിച്ചത്. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ CPI-ക്കാരാണ്. ആ CPI-യുടെ മുഖപത്രം ജനയുഗം എഴുതിയത് ഞാൻ വായിക്കാം. സാർ, ബ്രേക്കില്ലാത്ത നാക്കും അധികാരത്തിന്റെ ഗർവും കൂടി ചാലിച്ചപ്പോൾ ആർക്കുമെതിരെ എന്തും പറയാമെന്നായി. അടുത്ത സ്കൂൾ സദാ വാഹനമോടുന്ന പാതയോരത്താണ്. ശബ്ദശല്യം സഹിക്കാതെ വാതിലടച്ച ക്ലാസുകളെടുത്ത അധ്യാപികമാർ അകത്ത് മറ്റേ പണിയാണ് നടത്തുന്നത് എന്ന് പൂജാരി നേതാവ് പറഞ്ഞപ്പോൾ മാഫിയ പറ്റം കൈയടിച്ചു. അതോടെ പുതിയ ഉശിരായി. സ്ഥലത്തെ പെണ്ണുങ്ങൾ കൂലി കൂടുതലിന് വേണ്ടി പ്രക്ഷോഭം നടത്തിയപ്പോഴും നേതാവുണ്ടോ വിടുന്നു. സമരത്തിന്റെ മറവിൽ കാട്ടിൽ ഇവർ കള്ളുകുടിയും മറ്റേ പരിപാടികളും വൃത്തികേടുകളും അല്ലായിരുന്നു എന്ന് പിന്നെയും ചോദ്യം. സഹികെട്ട മാധ്യമങ്ങൾ ഇയാൾക്കെതിരെ ശബ്ദമുയർത്തി തുടങ്ങിയതോടെ മാധ്യമങ്ങളാകെ കള്ളുകുടിയന്മാരായി. തന്റെ കോപ്രായങ്ങൾക്ക് കൈയടിക്കാത്ത ഉദ്യോഗസ്ഥരെ ഭ്രാന്തനെന്നും കോന്നനെന്നും മദ്യപാടിയെന്നും മുദ്രയടിച്ചപ്പോൾ പണ്ടത്തെ നേതാവിനെ ഇപ്പോൾ മാലോകർക്കും പിടികിട്ടി. സംഗതി പിടികിട്ടാത്ത വിധം മൂർച്ഛിച്ചിരിക്കുന്നുവെന്ന്. സാർ, ജനയുഗം പത്രം ഈ മുന്നണിയിലെ ഇടതു മുന്നണിയിലെ 2ാമത്തെ കക്ഷിയായ CPI-യുടെ മുഖപത്രമായ ജനയുഗമാണ് സാർ ഇത് എഴുതി വച്ചിരിക്കുന്നത്. സാർ, കാനം രാജേന്ദ്രനടക്കമുള്ള നേതാക്കന്മാർ എത്രയോ അങ്ങ് എന്തെല്ലാം പറഞ്ഞു, ഈ മന്ത്രി എന്തെല്ലാം പറഞ്ഞു. അങ്ങ് പറഞ്ഞു സെൻകുമാർ BJP-ക്കാരനാണെന്ന്. ഇവിടെ ബഹുമാനപ്പെട്ട MM മന്ത്രി പറഞ്ഞു
ഇടുക്കി ജില്ലാ കളക്ടറും സബ് കളക്ടറും RSSകാരാണെന്ന്. സാർ, നിങ്ങളുടെ പണി RSSലും BJPയിലും ആളെ കൂട്ടാനുള്ള റിക്രൂട്ട്മെന്റ് ജോലിയാണ് സാർ. എല്ലാ ഉദ്യോഗസ്ഥന്മാരും RSS ആണ് സാർ. ഹിന്ദുക്കളുടെ പേര് കണ്ടാൽ അവരെയെല്ലാം RSSും BJPയും ആക്കുന്ന ജോലിയാണോ സാർ? നിങ്ങൾ പറഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥന്മാരാണ് സാർ കേൾക്കുന്നത്? പരസ്പരം തമ്മിലടിച്ച് പരസ്പരം പോരുമൂത്ത് ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം തകർത്ത് അവരെ അപമാനിച്ച് നിഘണ്ടുവിലില്ലാത്ത ഭാഷകൾ ഉപയോഗിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ ഈ ഭരണം എങ്ങോട്ട് പോകും സാർ? അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി സാർ, ഞാൻ ഒരു ജില്ലയിൽ പോയപ്പോൾ മാന്യനായ ഒരു അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയെ കണ്ടു സാർ. അയാളുടെ കൂടെ എപ്പോഴും ഒരാൾ, ആ കൂടെയുള്ളയാൾ വാ തുറന്നാൽ അസഭ്യവും ചീത്തയും പറയും. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇയാളെ കൊണ്ട് നടക്കുന്നത്? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ എനിക്കൊരു മാന്യതയുടെ പരിവേഷമുണ്ട്. എന്നെ എതിർക്കാൻ ചിലർ വരുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവനെ കൊണ്ട് ചീത്ത പറയിപ്പിക്കും. സാർ, മാന്യതയുടെ മുഖംമൂടിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മാന്യനായ ഒരാളാണ്. മുഖംമൂടി എന്നുള്ളത് ഞാൻ പിൻവലിക്കുന്നു. മാന്യനായ ഒരാളാണ് മുഖ്യമന്ത്രി. അങ്ങക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മന്ത്രിസഭയിൽ സംരക്ഷിച്ചിട്ടുള്ളത്? സാർ, ഞാൻ ഇവിടെ ഉന്നയിച്ച ഗൗരവതരമായ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.